ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ റാപ്ഡ് ചോക്ലേറ്റ്സ് ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഏൺ ചെയ്യുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പേ നമുക്ക് ഫസ്റ്റ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് റിമൂവ് ചെയ്യണം. നമുക്ക് നേരിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ 2 ടൈപ്പോടെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നേരെ ക്രോമിൽ പോയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് വരും. എന്നിട്ട് ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വരും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോകുന്നത്. എന്നിട്ട് നേരെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് HD അല്ല, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഇനി എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ക്യാൻവ ആപ്പിലാണ്. അപ്പോൾ അറിയാലോ, പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രിൻറ്റ് മാത്രം എടുത്താൽ മതി, അധികം പണിയൊന്നും ഉണ്ടാവില്ല. അതിൽ താഴെ പ്ലസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കസ്റ്റം സൈസ് നമ്മൾ കൊടുക്കുക ഓരോ ചോക്ലേറ്റിനനുസരിച്ചിട്ട്. ഇപ്പോൾ 8 മുതൽ കൊടുക്കാം, 4 മുതലൊക്കെ കൊടുക്കാം. അപ്പോൾ ഓരോ ചോക്ലേറ്റിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് സൈസ് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഇപ്പോൾ സെൻറ്റിമീറ്ററിലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ വീണ്ടും ഫോട്ടോ നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ ഫോട്ടോ നടുവിലായിട്ട് കൊടുക്കുക. എന്നിട്ട് സൈസ് നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഗാലറിയിൽ പോയിട്ട് തന്നെ ഫോട്ടോ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ അത് വലിപ്പം അനുസരിച്ചിട്ട് പ്ലസ് മൈനസൊക്കെ ചെയ്തിടാം. കറക്റ്റ് മിഡിൽ പോർഷൻ ആക്കാൻ നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും ചോക്ലേറ്റിൻ്റെ ബാക്കിലേക്ക് പോകും. അപ്പോൾ കറക്റ്റ് മിഡിൽ പോർഷനിൽ വരാൻ നോക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ മൗളിൽ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിറ്റ്കറ്റിലോ ഡയറി മിൽക്കിലോ ഏതിലാണോ ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ സൈസ് നോക്കിയിട്ട് ഫോട്ടോ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുക്കുമ്പോൾ പറയുക സ്റ്റിക്കർ പ്രിൻ്റാണ് ആവശ്യം എന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ A3 സൈസിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ എണ്ണത്തിൽ കുറവ് വരും. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഒരു 4 സെൻറ്റിമീറ്ററിൽ എടുത്തതുകൊണ്ട് ഇതിപ്പോൾ 8 സെൻറ്റിമീറ്ററിൽ എടുത്തതാണ്. അപ്പോൾ ചോക്ലേറ്റ് അനുസരിച്ചിട്ട് വേണം എപ്പോഴും തീരുമാനിക്കാൻ. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റിക്കർ ബാക്കിൽ നിന്ന് ഒലിച്ചിട്ട് 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും 1-2 ഫോട്ടോസ് എക്സ്ട്രാ നമ്മൾ എടുത്ത് വയ്ക്കാട്ടോ. നമ്മൾ എപ്പോഴും ഓർഡറൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ കൂടെ കട്ടായി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഫസ്റ്റ് ചെയ്യുമ്പോൾ ആരെയും പെർഫെക്റ്റ് ആവുമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും 1-2 ഫോട്ടോ എക്സ്ട്രാ എടുത്ത് വയ്ക്കാനായിട്ട് നോക്കാം. കാരണം ആ സമയത്ത് പിന്നെ നോക്കി നടന്നാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഒരുവിധം ഷോപ്പിലും ഇതെടുത്ത് തരും. പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. A4 സൈസിലെടുക്കും, A3 സൈസിലെടുക്കും. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് വെച്ചിട്ട് അപ്പുറത്തുനിന്ന് മടക്കാം. 2 സൈഡിൽ നിന്നും മടക്കി വെക്കാം. ഇത് ലീക്കായി പോകുന്നുള്ള പേടി. ഇപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റാണ് ചെയ്തത്, പക്ഷേ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കാരണം ഇതിന് നടുവിൽ ഓൾറെഡി സ്റ്റിക്കറിൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ ചോക്ലേറ്റ് പുറത്തേക്ക് മെൽറ്റ് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തതാണ്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഡിസൈനർ സിസേഴ്സ് കിട്ടും ഷോപ്പിൽ. ഓൺലൈനിൽ ആമസോണിലൊക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു ആമസോണിലാണ് കുറച്ചുകൂടെ റീസണബിളായിട്ട് നമുക്ക് ആമസോണിലൊക്കെ കിട്ടുന്നുണ്ടാകും. ഒറ്റയ്ക്ക് വാങ്ങാൻ പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 4x4 സൈസിൽ സെൻറ്റിമീറ്ററിൽ എടുത്ത ഫോട്ടോസാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരു 70 ഫോട്ടോസ് ഉണ്ട് A3 സൈസിൽ എടുക്കുകയാണെങ്കിൽ. പക്ഷേ നേരത്തെ ചെയ്ത പോലെ ഒറ്റ പീസിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 2 ഫോട്ടോയിൽ കട്ട് ചെയ്തിട്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ. പക്ഷേ ഇതിലും ചോക്ലേറ്റ് കൊണ്ടു. കാരണം എൻ്റെ ചോക്ലേറ്റ് അതിൽ വലിപ്പം ഉള്ളതുകൊണ്ട് എനിക്ക് 4x4 സെൻറ്റിമീറ്ററിലും ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.